ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ മിറാക്കിൾ ഫാമിൽ പോയില്ലേ, ആ സമയത്ത് അവിടുന്ന് വാങ്ങിച്ച കുറേ തൈകളുണ്ട്. അതെല്ലാം നട്ടുവെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ പോരുന്നതിന് മുന്നേ ഇതെല്ലാം നട്ടുവെച്ച് വേരൊക്കെ ഒന്ന് മണ്ണിൽ ഉറച്ച ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെയും ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെയും കൂടെ കൂട്ടി കേട്ടോ. അവർ വളരെ ഉത്സാഹത്തോടെ തന്നെ നമ്മുടെ കൂടെ കൂടി കേട്ടോ. പൊക്കാൻ വയ്യാത്ത തൂമ്പയൊക്കെ പൊക്കി പിടിച്ചാണ് അന്നക്കുട്ടി കുഴിയൊക്കെ എടുത്തു തരുന്നത്. കുഴിയെടുക്കാനും മണ്ണ് മാന്താനും ഒക്കെ തന്നെ അവർക്ക് വളരെ ഉത്സാഹമായിരുന്നു കേട്ടോ. നമുക്കും ഭയങ്കര സന്തോഷമായി. നമ്മുടെ കുഞ്ഞുങ്ങൾ മണ്ണിനെയൊക്കെ അറിഞ്ഞു വളരുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ അവരെ അതിൻ്റെ ഒരു ഭാഗമാക്കി രാത്രി വരെ നീണ്ട പണിയായിരുന്നു കേട്ടോ. ഇവിടെ വേറൊരു പേര ഉണ്ടായിരുന്നു, അത് കായ്ക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ പേര ഇവിടെ പിടിപ്പിച്ചത് കേട്ടോ. അത് വെട്ടിക്കളയാൻ തന്നെ ഒരു 1-2 മണിക്കൂറത്തെ പണിയെടുത്തു. ഒരു വലിയ പേരമരമായിരുന്നു. പക്ഷേ വെട്ടിക്കളഞ്ഞപ്പോൾ ഒരു സങ്കടമായി. കാണാൻ നല്ല തണലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനും വളർന്ന് അത്രയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് കായിടും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ടെങ്കിലും 2-3 വർഷങ്ങൾക്കുള്ളിൽ കായൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ലീവിനൊക്കെ ഇതിൻ്റെ ബാക്കി എന്തായെന്ന് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കായ ഉണ്ടായോ, അത് എന്തായി എന്നുള്ള ബാക്കി കഥകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച് വെച്ചാൽ മാത്രം പോരാ കേട്ടോ. ഇതിന് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ആ മിറാക്കിൾ ഫാമിലി ആ ചേട്ടന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് വെക്കാനും പിന്നെ അതിനുള്ള ആഫ്റ്റർ കെയർ കൊടുക്കാനും. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർ പറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഇത് പൂവും കായും ഒക്കെ പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 വർഷം എന്ന് പറഞ്ഞത് സ്ട്രിക്റ്റായിട്ട് അവർ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് 1-2 വർഷങ്ങൾക്കുള്ളിൽ കായ്ക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം അവർ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് നട്ടിരിക്കുന്നതും. പിന്നെ മഴയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ചില വളവിടാനോ ചില സമയത്തൊക്കെ ഇച്ചിരി താമസമൊക്കെ വരാറുണ്ട്. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം നട്ടുവെച്ച് അതിനെ കെയർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിലും നട്ടുവെച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണല്ലേ. അതും നമ്മുടെ പറമ്പിൽ നമുക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നട്ടുവെച്ച് അതിൻ്റെ ഫലങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറിച്ചു കൊടുക്കുക, അതിൻ്റെ ഫലം എടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു പ്രവാസി ആയിരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പണ്ട് എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ പറമ്പിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും കൂടെ കൂട്ടുമായിരുന്നു കേട്ടോ. അന്ന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നെങ്കിലും അവർ എത്ര നല്ല കാര്യമാണ് നമ്മളെ പഠിപ്പിച്ചതെന്നും നമ്മളെ കൂടെ കൂട്ടിയത് മുഖാന്തരം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നും നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതൊക്കെ വലിയ കാര്യം തന്നെയായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അതെനിക്ക് തോന്നുന്നു ഒത്തിരി ഉത്സാഹത്തോടെ അത് ചെയ്യുന്നുണ്ടെന്ന്. കാരണം അവർ മിക്കവാറും സ്കൂള് പഠിപ്പ് എന്നുള്ള കാര്യങ്ങൾ തിരക്കായിരിക്കും. വല്ലപ്പോഴും മാത്രമാണ് അവർ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത്. ഈ യൂട്യൂബ് എനിക്കൊരു നേരം പോക്ക് മാത്രമല്ല കേട്ടോ. എൻ്റെ ഒത്തിരി ഓർമ്മകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മെമ്മറി ബുക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മ ചെപ്പാണ്. അപ്പോൾ അതിലൊരു ഓർമ്മയായിരിക്കട്ടെ ഇതും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.